ആഗോള സമാധാനത്തിനുമേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് അമേരിക്കയിലെ അധികാര ഇടനാഴികളിൽ നിന്ന് വംശഹത്യയുടെയും അധിനിവേശത്തിന്റെയും ആക്രോശങ്ങൾ ഉയരുകയാണ്. ഇറാന്റെ പരമാധികാരത്തിനുമേൽ കരിനിഴൽ വീഴ്ത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അഴിച്ചുവിട്ടത് കേവലമൊരു ഡിജിറ്റൽ കൊടുങ്കാറ്റല്ല, മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യത്വത്തെയും കാറ്റിൽ പറത്തുന്ന ക്രൂരമായ ഒരു യുദ്ധഭ്രമത്തിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. ഇറാന്റെ ഭൂപടത്തെ അമേരിക്കൻ പതാക കൊണ്ട് മൂടിയും ബഹിരാകാശത്തുനിന്നുള്ള ആണവാക്രമണങ്ങളുടെയും ഡ്രോൺ ആക്രമണങ്ങളുടെയും കൃത്രിമ ചിത്രങ്ങൾ പങ്കുവച്ചും ട്രംപ് നടത്തുന്ന ഈ സൈബർ മിന്നലാക്രമണം ഒരു ഭരണാധികാരിയുടെ വിനാശകരമായ മാനസികാവസ്ഥയാണ് തുറന്നുകാട്ടുന്നത്. 5 സെക്കൻഡ് മാത്രം നീണ്ടുനിൽക്കുന്ന വീഡിയോയിൽ മേശപ്പുറത്ത് തട്ടി ഫയർ, ബൂം എന്ന് പരിഹസിക്കുന്ന ട്രംപ് ലക്ഷക്കണക്കിനു മനുഷ്യരുടെ ജീവനെ വിലകുറച്ചു കാണുന്ന ഒരു ക്രൂരമായ സാമ്രാജ്യത്വ ബുദ്ധിയാണ് പ്രദർശിപ്പിക്കുന്നത്. അവരിൽ നിന്നൊന്നും അവശേഷിക്കില്ല എന്ന ഭീഷണിയിലൂടെ ഒരു പരമാധികാര ജനതയെ മുഴുവൻ ഭൂമുഖത്തുനിന്ന് തുടച്ചുമേക്കുമെന്ന ഹിറ്റ്ലർ മോഡൽ ഫാസിസ്റ്റ് മനോഭാവമാണ് അമേരിക്കൻ പ്രസിഡന്റ് പുറത്തെടുക്കുന്നത്. എന്നാൽ ഇത്തരം വിലകുറഞ്ഞ ഭീഷണികൾക്ക് മുന്നിൽ ഭയന്നോടിയ ചരിത്രമല്ല ഇറാന്റേതെന്ന് അമേരിക്ക ഓർക്കുന്നത് നന്നായിരിക്കും. അമേരിക്കയും സയോണിസ്റ്റ് ഇസ്രയേലും ചേർന്ന സഖ്യം ഇറാനെതിരെ വൻതോതിലുള്ള സൈനിക നീക്കങ്ങളാണ് നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിനെ ആകെ അസ്ഥിരപ്പെടുത്തുകയും ആഗോള ഊർജ്ജവിപണിയെ തകിടം മറിക്കുകയും ചെയ്ത ഈ സങ്കീർണമായ യുദ്ധസാഹചര്യത്തിൽ ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങൾ അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ഓരോ ഘട്ടത്തിലും ചോദ്യം ചെയ്യുന്നതാണ്. ആഗോള എണ്ണക്കയറ്റുമതിയുടെ 20% നിയന്ത്രിക്കുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ സ്വാധീനം വ്യക്തമാണ്. അമേരിക്കയുടെ ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും ഒരേ സമയം പ്രതിരോധിക്കാൻ ഇറാൻ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകൾ പാശ്ചാത്യശക്തികളുടെ ഏകപക്ഷീയമായ അധിനിവേശയുഗം അവസാനിച്ചു എന്നതിന്റെ കൃത്യമായ സൂചനയാണ്. തങ്ങളുടെ പരമാധികാരത്തെ പണയപ്പെടുത്തുന്ന ഒരു സമാധാന കരാറിലും ഒപ്പിടില്ലെന്ന ടെഹ്റാന്റെ ഉറച്ച നിലപാട് അമേരിക്കൻ ഭരണകൂടത്തിന്റെ സാമ്രാജ്യത്വ മോഹങ്ങളെ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്നുണ്ട്. ഈ ജീവനമരണ പോരാട്ടത്തിൽ ഇറാൻ ആഗോളതലത്തിൽ ഒറ്റയ്ക്കല്ല. ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള വിപ്ലവ പ്രതിരോധ ശക്തികൾ ഇറാന്റെ നിലപാടുകൾക്ക് വൻ കരുത്താണ് പകരുന്നത്. ശാശ്വതമായ വെടിനിർത്തലും വിദേശ അധിനിവേശ ശക്തികളുടെ പൂർണ്ണമായ പിന്മാറ്റവുമില്ലാതെ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമല്ലെന്ന് ഇറാൻ ഉറച്ച ശബ്ദത്തിൽ ലോകത്തോട് വിളിച്ചുപറയുന്നു. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കുന്ന സ്പേസ് ഫോഴ്സ് ചിത്രങ്ങളും കൊലവിളികളും ആധുനിക യുദ്ധതന്ത്രങ്ങളെയല്ല, മറിച്ച് അമേരിക്ക നേരിടുന്ന നയതന്ത്ര പരാജയത്തെയും ഭീരുത്വത്തെയുമാണ് അടിവരയിടുന്നത്. ഉപരോധങ്ങൾ കൊണ്ടോ ഡിജിറ്റൽ യുദ്ധപ്രഖ്യാപനങ്ങൾ കൊണ്ടോ ഒരു ജനതയുടെ സ്വാതന്ത്ര്യബോധത്തെയും സാംസ്കാരിക പാരമ്പര്യത്തെയും തകർക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ചരിത്രം പലവട്ടം തെളിയിച്ചതാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ക്രൂരമായ ഭീഷണികൾക്ക് മുന്നിൽ ഇറാന്റെ ഈ അചഞ്ചലമായ ധൈര്യം ലോകമെമ്പാടുമുള്ള അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പുതിയൊരു ദിശാബോധവും ആവേശവും പകരുന്നതാണ്.